അടിച്ചു കൈസ്, തുമ്പത്തൂന്ന് അടിച്ചു. അങ്ങോട്ടായി പാടി മൂടിയും പോയ നിൽക്കുന്ന മീനല്ല. ആ ചെറുതാ, നമുക്ക് ആദ്യം കിട്ടിയ ഒരു സൈസിൻ്റെയൊക്കെ അത്ര കിട്ടിയെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫിഷിങ് നമ്മൾ നിർത്തി. നമുക്കിന്ന് കിട്ടിയ മീനാണിത് 1.5. ഗുഡ് മോർണിംഗ് മേസാമാർ. അപ്പോൾ നമ്മളിത് രാവിലെ കാസ്റ്റിങ്ങിന് വേണ്ടി ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന സ്പോട്ട് നമ്മൾ സ്ഥിരം വരുന്ന സ്പോട്ട് തന്നെയാണ്. ഇതെല്ലാം കണ്ടമാണ്. അപ്പം വെള്ളം ഇവിടേക്ക് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരാലെല്ലാം നല്ല രീതിയിൽ ആക്ടിവിറ്റി ഉണ്ട്. പക്ഷേ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നതെല്ലാം വളരെ കുറവാണ്. വെള്ളം കൂടുമ്പോൾ മാത്രമേ ഇവിടെയുള്ളവന്മാർ മെയിനായിട്ട് ഇപ്പോൾ സ്ട്രൈക്ക് ചെയ്യാറുള്ളൂ. ഈ സൈഡിലെല്ലാം വരാലുണ്ട്. നമ്മൾ വിചാരിക്കും ഇവിടെ നിന്നും ഇല്ലെന്ന്. പക്ഷേ നല്ല രീതിയിൽ ഹെവി സാധനം വരാലെ കിടപ്പുണ്ട്. പക്ഷെ നമുക്ക് അത് കണ്ടോ, അവിടേക്കാണ് നല്ല ആക്ടിവിറ്റി കണ്ടോ. പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ യാതൊരു മാർഗ്ഗവുമില്ല. അപ്പോൾ നമുക്ക് സമയം 6 മണി കഴിഞ്ഞു. അപ്പോൾ നേരെ നമുക്ക് ഫിഷിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചിലപ്പോൾ മീനൊക്കെ അടിക്കുന്നത് ചിലപ്പോൾ 8 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാം. നമ്മുടെ സ്ഥിരം ടാക്കിൾസാണ് നമ്മുടെ ലുക്കാനയുടെ ഗോം സ്കോഡ്. റീല് നമ്മുടെ ലുക്കാനയുടെ ഏതായിരുന്നു, തക്വാനല്ലേ, തക്വാന. അടിച്ചു കൈസ്, തുമ്പത്തൂന്ന് അടിച്ചു. സൈസ് വരാറ് എല്ലാം വളരെ ചട്ടപ്പെട്ടേന്നായിരുന്നു. നമ്മുടെ രാവിലത്തെ ഫസ്റ്റ് വരാതെ അത്യാവശ്യം നല്ല സൈസ് കേട്ടോ. അര കിലോ കാണും, 1 കിലോ ഉറപ്പായിട്ടും കാണും. സൈസ് വരാതെ നമ്മുടെ ഫ്രോഗ് കണ്ടോ, അയ്യോ ഒട്ടിച്ചോ, ആ കാക്കത്ത് കയറ്റി കേട്ടോ. അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് ഇവനെ കിട്ടി. ഇല്ലായിരുന്നെങ്കിൽ തെണ്ടിപ്പോയി ഞാൻ. എടപ്പോ. അപ്പം ഞാൻ ഇവനെ കൊല്ലിയിലോട്ട് അങ്ങ് മാറ്റിട്ട് കേട്ടോ. നമ്മുടെ രാവിലത്തെ നമ്മുടെ കൊല്ലിയിലോട്ട് കയറ്റി. ഫ്രോഗ് ഒന്ന് കാണിച്ചേക്കാം. നമ്മുടെ റിയൽ മാറിയറിൻ്റെ ഒരു ഫ്രോഗാണ് ഇത്, കുഞ്ഞു ഫ്രോഗ്. ഇതാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിലാണ് കൂടുതൽ എനിക്ക് സ്ട്രൈക്ക്. കാരണം സ്ട്രൈക്ക് കിട്ടാൻ പ്രധാന കാരണം എന്ത്, ഒരു സ്പിന്നർ കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 2 സ്പിന്നറുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ആക്ഷൻ, നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ ഇതിന്. സോ നമുക്കിനി കാസ്റ്റിംഗ് തുടരാം. കിട്ടിയെന്നാണ് വിശ്വസിക്കുന്നത്. കുഴപ്പമില്ല. ആദ്യം കിട്ടിയ സൈസില്ലേ, അത്ര തന്നെ ഉണ്ട്. കാരണം പോച്ചയ്ക്കൊക്കെ ഇടയിൽ നിന്നായതുകൊണ്ട് പ്രോപ്പറായിട്ട് ഹുക്കപ്പൊക്കെ ആവുമെന്ന് സംശയം. കാരണം കുറച്ച് മുമ്പ് പറഞ്ഞാൽ അടിച്ചിട്ട് നമുക്ക് പോയായിരുന്നു. ഇത് കുഴപ്പമില്ല കേട്ടോ. ചെറിയിൽ റിങ്ങിട്ട പോലെ ഇരിപ്പുണ്ട്. കുഴപ്പമില്ല കേട്ടോ. ഇത് കുഴപ്പമില്ലാത്ത ആദ്യം കിട്ടിയ ആ സെയിം സൈസ് തന്നെ, 1 കിലോ റേഞ്ച് കാണും. ഇത് നമ്മുടെ സെയിം ഫ്രോഗ്. ഇച്ചിരി മുറ്റാവന് കേട്ടോ. ഇടയ്ക്കൊക്കെ കിട്ടും. അങ്ങോട്ടായി പാടി മൂടിയും പോയി നിൽക്കുന്ന മീനല്ല. ചെറുതാ.
കുഴപ്പമില്ല. അയ്യോ ആ ഏരിയ കണ്ടു വരുന്നു അവന്മാർ. അല്ലല്ല, ഇത് നമ്മുടെ മൂന്നാമത്തെ വരാൽ, നമ്മുടെ സെയിം ഫ്രോഗ്. ആണോ? താടിയാണോ? ആ, നമുക്ക് ആദ്യം കിട്ടിയ ഒരു സൈസിൻ്റെയൊക്കെ അത്രയൊക്കെ വരുന്നുള്ളൂ കേട്ടോ. അത് അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്തൊരു വരാൽ, മൂന്നാമത്തെ വരാൽ നമ്മുടെ വരാൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫിഷിങ് നമ്മൾ നിർത്തി. നമുക്കിന്ന് കിട്ടിയ മീനാണിത്. 1 2 3 വരാൽ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത 3 സൈസ് വരാലാണ് നമുക്കിന്ന് കിട്ടിയത്. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഫിഷിങ് കഴിഞ്ഞു, നമ്മൾ കയറുവാണ്. നമുക്ക് 3 വരാൽ കിട്ടിയിരുന്നു. അപ്പം സമയം 8:30 ആവുന്നു. 1-2 മീൻ നമുക്ക് മിസ്സായി. അടിച്ചിട്ട് പോച്ചയ്ക്കകത്താണ് കുടുങ്ങിയതാണ്. നമുക്ക് അതിനെ കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം അടുത്തൊരു ഫിഷിംഗ് വീഡിയോ കാണും വരെ എല്ലാ പ്രിയപ്പെട്ട ആംഗ്ലീഷ് മച്ചാന്മാർക്കും ടാറ്റാ.